ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കെ.ജി. മാരാർ ഭവൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന ബി.ജെ.പി. വാർഡുതല നേതൃസംഗമത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് എസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ പിന്നിൽ കാണുന്നതാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരമായ കെ.ജി. മാരാർ ഭവൻ. സംസ്ഥാനത്തെ ബി.ജെ.പി. സംബന്ധിച്ച് ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ നാളത്തെ അവരുടെ കാത്തിരിപ്പിന്റെ, അവരുടെ അഭിമാനത്തിന്റെ, സന്തോഷത്തിന്റെ ഫലമാണ് ഈ കെട്ടിടം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ഇതിന്റെ പാലുകാച്ചൊക്കെ കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന കാലത്ത് ഇതിന്റെ പാലുകാച്ചൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി ഏതാണ്ട് 12:30 മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു 11 മണിയോടുകൂടി, രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തും. ആദ്യം അമിത്ഷാ ഇവിടേക്ക് എത്തി പതാക ഉയർത്തും, ബി.ജെ.പിയുടെ പതാക ഉയർത്തും. തൊട്ടടുത്ത് തന്നെ അദ്ദേഹം ഒരു വൃക്ഷത്തൈ നടും. കണിക്കൊന്ന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൃക്ഷത്തൈ അവിടെ അദ്ദേഹം നടും. അതിനുശേഷം ഈ കാണുന്ന ശിലാഫലകം അത് അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം അകത്തേക്ക് പ്രവേശിക്കും. അകത്ത് നാട മുറിച്ച് കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അതിനുശേഷം വിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യും. അതാണ് ഈ പ്രധാനപ്പെട്ട പരിപാടികളായി കണക്കാക്കിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിതനായ അനൂപ് ആന്റണി നമുക്കൊപ്പം ഉണ്ട്. അമിത്ഷാ വരുന്നു, പുതിയ ഓഫീസ് മന്ദിരം യാഥാർത്ഥ്യമാകുന്നു. എന്ത് തോന്നുന്നു? ഇത് വളരെയധികം ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനമാണ് ഇന്നിവിടെ അമിത്ഷാജി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് കുറേ നാളുകൾക്കുള്ള കാത്തിരിപ്പിന് ശേഷം അതിന് വിരാമം ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും എല്ലാവർക്കും പ്രവർത്തകരെ സംബന്ധിച്ച് അഭിമാനവും സന്തോഷമുള്ള ഒരു മുഹൂർത്തം. എല്ലാം റെഡിയാണ്, സെറ്റാണ്. എല്ലാം സെറ്റാണ്.